ശരാശരി KSUകാരൻ്റെ സ്വഭാവമുള്ള ഏതൊരു പോലീസുകാരൻ അതിൻ്റെ അകത്തുണ്ട്. ഒരു സതീശൻ കഞ്ഞിക്കുഴി അതിൻ്റെ അകത്തുണ്ട്. ആ കഞ്ഞിക്കുഴി ഏതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വേണ്ട വിധത്തിൽ ഞങ്ങൾ ആ ചേട്ടന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ വൻതോതിൽ അക്രമം അഴിച്ചുവിടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സഭ നടക്കുന്നത് കൊണ്ടാണോ ഈ ബ്ലേഡ് കൂടി കൊണ്ടുവന്നതെന്ന്, കാരണം പ്രത്യേകിച്ച് തൊട്ടു മുമ്പ് ASF സമരം നടന്നതാണ്. ആ സമരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെയും യുവജനങ്ങൾക്കെതിരെയും ഈ കേരളത്തിൽ തന്നെ മനുഷ്യർ തിരിഞ്ഞു നോക്കാൻ കണ്ടു കഴിഞ്ഞാൽ മൂക്ക് പൊത്തുന്ന വെള്ളവും കൊണ്ട് ആമയിഞ്ചാൻ തോട്ടിലെ വെള്ളം ഉപയോഗിച്ച് മനുഷ്യരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ അത് സർക്കാരിനെതിരെ, സമരങ്ങൾക്കെതിരെയാണ് സർക്കാർ എന്നുള്ളൊരു പൊതുസ്ഥിതി വന്നപ്പോൾ അതിനെ മറച്ചു വെക്കാനും അത് മറികടക്കാനുമാണോ ഈ ബ്ലേഡിൻ്റെ പരിപാടി എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കേരളത്തിൽ അത്രയും മാധ്യമങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടും ഈ ബ്ലേഡുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഖാക്കളുടെ പുറത്ത് ആ നിലയിൽ തന്നെ അപ്പോൾ തന്നെ എക്സ്പോസ് ചെയ്യപ്പെട്ടതുകൊണ്ടും അതിൻ്റെ കുറ്റവാളി സ്ഥാനത്തേക്ക് SFI എത്തിയില്ല. ഇങ്ങനെയാണ് പലയിടത്തും SFIയെ വേട്ടയാടാൻ വേണ്ടി ഇവർ ഉണ്ടാക്കുന്ന ചില സ്ക്രിപ്റ്റുകൾ. എന്തായാലും KSUവിൻ്റെ ശരാശരി KSUകാരൻ്റെ സ്വഭാവമുള്ള ഏതൊരു പോലീസുകാരൻ അതിൻ്റെ അകത്തുണ്ട്. ഒരു സതീശൻ കഞ്ഞിക്കുഴി അതിൻ്റെ അകത്തുണ്ട്. ആ കഞ്ഞിക്കുഴി ഏതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വേണ്ട വിധത്തിൽ ഞങ്ങൾ ആ ചേട്ടന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതും വെച്ച് കൈക്കടയിൽ കൊണ്ടുപോയി വെച്ച് ഇനിയും വരക്കാൻ വേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ടും അത് ഗുണം ചെയ്യില്ല എന്ന് രമേശ് ചെന്നിത്തലയോട് കൂടി പറയുകയാണ്. വേണ്ട പോലീസുകാരോട് പറയേണ്ടതുപോലെ പറഞ്ഞ് അവരെ നിലക്ക് നിർത്തണം എന്നുകൂടി പറയുകയാണ്.